ഫീറ്റസ് ഇൻ ഫീറ്റോ എന്ന് നമ്മൾ പറയുന്നത് ഒരു ഇരട്ട കുട്ടികളുണ്ടാവുമ്പോൾ അതിൽ ഒരു കുട്ടി വേറൊരു കുട്ടിയുടെ അകത്ത് അല്ലെങ്കിൽ വേറൊരു കുട്ടിയുടെ വയറിൻ്റെ അകത്തോ നെഞ്ചിൻ്റെ അകത്തോ പെട്ടുപോകുന്ന ഒരു പ്രതിഭാസമാണ്. ഈ പെട്ടുപോകുന്ന കുട്ടിയുടെ എല്ലാ ഭാഗങ്ങളും വളരുന്നില്ല. അവർക്ക് ബ്രെയിൻ ചിലപ്പോൾ ഉണ്ടാവില്ല, കരളുണ്ടാവില്ല, ചിലപ്പോൾ ഒരു ബോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ കുട്ടിയുടെ അകത്ത് ഒരു മുഴ പോലെ അല്ലെങ്കിൽ ഒരു ക്യാൻസർ പോലെ ഒരു മുഴ പോലെ വളർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളൊരു കുട്ടിയാണ് നമ്മുടെ ഇവിടെ ഉണ്ടായത്. അപ്പം ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നമ്മളത് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് കുട്ടി ജനിച്ചു. ഏകദേശം ഇതൊരു ക്യാൻസർ അല്ലാത്തതുകൊണ്ട് അത് എടുത്തു കളയേണ്ടതിന് ധൃതിയില്ല. അപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ആ കുട്ടി ഒന്ന് ശരിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ വയറ് തുറന്ന് അകത്തുള്ള രണ്ടാമത്തെ കുട്ടിയെ നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് കുഴപ്പമില്ലാതെ അവരെന്തായാലും ഡിസ്ചാർജ് ചെയ്ത് പോയി. ഈ കുട്ടിക്ക് എന്തായാലും ജീവനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ മാറ്റി. 7-ാം മാസം സ്കാനിന് വന്നപ്പോഴാണ് ഇതിനകത്ത് ഈ കുട്ടിയുടെ വയറിനുള്ളിൽ മറ്റൊരു ഒരു ഭ്രൂണം പോലെ അല്ലെങ്കിൽ ഒരു മുഴ പോലെ ഒരു സാധനം കണ്ടു. അപ്പോൾ എന്താണെന്നുള്ളത് വ്യക്തമായില്ല. ഈ ഫീറ്റസ് ഇൻ ഫീറ്റോ എന്ന് പറയുന്ന രോഗാവസ്ഥ അപൂർവമായി സംഭവിക്കുന്നതാണ്. വെച്ചാൽ ലോകത്ത് തന്നെ 200 കേസോളം മാത്രമേ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഞങ്ങൾക്കും അങ്ങനെ ഒരു ചിന്ത പോയില്ല. ഞങ്ങളിതൊരു മുഴയായിരിക്കാം, ഒരു ട്യൂമർ ആയിരിക്കാം എന്നുള്ള രീതിയിലാണ് ഇത് ഫോളോ അപ്പ് ചെയ്ത് വന്നത്. പിന്നെ ഒരു സ്കാനിൽ ഇതിനുള്ളിൽ ഒരു ബോണിൻ്റെ ഒരു പീസ് കണ്ടപ്പോഴാണ് ശരിക്കും ഇതൊരു ഫീറ്റസ് ഇൻ ഫീറ്റോ ആയിക്കൂടായികയില്ല എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾ MRI ചെയ്തു, അത് കൺഫേം ചെയ്തു. തുടർന്ന് ഇത് ജനിച്ചു കഴിഞ്ഞിട്ട് സർജറി ചെയ്ത് ആ മുഴ നീക്കം ചെയ്യാറുണ്ട്.